Module 1-ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏപ്രിൽ 2017 ചോദിച്ച ചോദ്യമാണ്. ക്ലാസിഫൈ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് 2 മാർക്കിന് ചോദിച്ച ചോദ്യം. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Absolute instrument and secondary instrument. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിനെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്, റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്, ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പിന് എക്സാമ്പിൾ ആണ് വാട്ട് മീറ്റർ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ ഒക്കെ. റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എക്സാമ്പിൾ ആണ് ECG. ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിനാണ് എക്സാമ്പിൾ ആണ് എനർജി മീറ്റർ. ഈ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ടാൻജന്റ് ഗാൽവനോമീറ്റർ. ടാൻജന്റ് ഗാൽവനോമീറ്റർ. അടുത്ത ചോദ്യം, റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്. 2018 ഒക്ടോബറിൽ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം. റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് എക്സാമ്പിൾ ആണ് ടാൻജന്റ് ഗാൽവനോമീറ്റർ. വേറൊരു എക്സാമ്പിൾ ആണ് റെയ്ലേസ് കറന്റ് ബാലൻസ്. കറന്റ് ബാലൻസ്. ഇനി അടുത്ത ചോദ്യം, നെയിം ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് അന്നേരം മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്, ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ്, റെക്കോർഡിംഗ് ടൈപ്പ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ്, റെക്കോർഡിംഗ് ടൈപ്പ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ്. ഈ 2016 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which type of instrument can totalize events over a specified period of time? Which type of instrument can totalize events over a specified period of time? ഇതിന്റെ ഉത്തരം ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്നാണ്. ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് അതായത് ഒരു കാലയളവിൽ ഉപയോഗിച്ച, ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആണ് എനർജി മീറ്റർ. ഒരു കാലയളവിൽ ഉപയോഗിച്ച ഇലക്ട്രിക്കൽ എനർജീന്റെ ഒരു മെഷർ തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എനർജി മീറ്റർ അല്ലെങ്കിൽ കിലോവാട്ട് അവർ മീറ്റർ. കിലോവാട്ട് അവർ മീറ്റർ. വേറൊരു എക്സാമ്പിൾ ആണ് ആംപിയർ അവർ മീറ്റർ.
അതായത് ഇവിടെ ആൻസർ എഴുതേണ്ടത് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്നാണ്. അതായത് എന്ത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാൻ ടോട്ടലൈസ് ഈവൻസ് ഓവർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം. അതിന്റെ കൂടെ ഓർക്കേണ്ട വേറെ കാര്യമാണ്, ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു പോയിന്റർ ഉണ്ടാവും. ആ പോയിന്ററിന്റെ റീഡിംഗ് ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ആ വാല്യൂ കാണിക്കുന്നത്. പോയിന്ററിന്റെ റീഡിംഗ് ആണ് മെഷർ ചെയ്യുന്ന വാല്യൂ. ഇനി അടുത്തത് റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ ഒരു ഗ്രാഫിക്കൽ രൂപത്തിലായിരിക്കും നമുക്ക് മെഷർ ചെയ്യുന്ന വാല്യൂസ് കിട്ടുക. അതിന് എക്സാമ്പിൾ ആണ് ECG. ഇനി അടുത്ത ചോദ്യം, ലിസ്റ്റ് ഔട്ട് നെസസറി ടോർക്സ് ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഏപ്രിൽ 2018 ചോദിച്ച ചോദ്യമാണ്. അല്ലെങ്കിൽ ദ 3 എസെൻഷ്യൽസ് ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്നും ചോദിക്കാം. അതായത് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് പ്രധാനമായിട്ടും 3 ടോർക്കുകൾ നിർബന്ധമാണ്. ആ 3 ടോർക്കുകൾ, ഒന്നാമത്തത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, രണ്ടാമത്തത് കൺട്രോളിംഗ്, മൂന്നാമത്തത് ഡാമ്പിംഗ്. ഇങ്ങനെ 3 ടോർക്കുകളാണ് ഒരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിന് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് കൺട്രോളിംഗ് ടോർക്ക്. സ്റ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് കൺട്രോളിംഗ് ടോർക്ക്. അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് ഒരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിലെ മൂവിംഗ് സിസ്റ്റം. അതായത് പോയിന്റർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മൂവിംഗ് സിസ്റ്റത്തിനെ മൂവ് ചെയ്യിക്കുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് എതിരെ വർക്ക് ചെയ്യുന്ന ടോർക്കാണ് കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു സ്പ്രിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റി കൺട്രോൾ വെച്ചിട്ടായിരിക്കും. കൺട്രോളിംഗ് ടോർക്ക് ഓപ്പോസിറ്റ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ഒപ്പോസ് ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പോയിന്ററിനെ അതിന്റെ ഫൈനൽ പൊസിഷൻ, ഒരു അമ്മീറ്ററിൽ ഒരു റീഡിങ് 3 ആംപിയർ ആണെന്ന് കരുതുക. അന്നേരം ആ 3 ആംപിയർ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വർക്ക് ചെയ്യണം. ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അന്നേരം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ഒപ്പോസ് ചെയ്യുന്ന ടോർക്കാണ് കൺട്രോളിംഗ് ടോർക്ക്. അങ്ങനെയാണ് അത് ആ 3 ആംപിയർ എന്ന് ആ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത്. കൺട്രോളിംഗ് ടോർക്ക് ഒപ്പോസസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആൻഡ് ഹെൽപ്പ് ദ പോയിന്റർ or the moving system, ബ്രാക്കറ്റിലെ moving system, reach the final steady state reading. Controlling torque opposes deflecting torque and help the pointer അല്ലെങ്കിൽ മൂവിംഗ് സിസ്റ്റം. പോയിന്റർ മൂവിംഗ് സിസ്റ്റം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ആൻഡ് ഹെൽപ്പ് ദ പോയിന്റർ റീച്ച് ദ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് റീഡിംഗ്. ഇതാണ് കൺട്രോളിംഗ് ടോർക്കിന്റെ ഫംഗ്ഷൻ. അടുത്തത്
2017 ഏപ്രിലിൽ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം. സ്റ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് കൺട്രോൾ സ്പ്രിംഗ് ഇൻ PMMC ഇൻസ്ട്രുമെന്റ്. PMMC ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്, ഇതാണ് PMMC ഇൻസ്ട്രുമെന്റ്. PMMC ഇൻസ്ട്രുമെന്റില് കൺട്രോൾ സ്പ്രിങ്ങിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ പേരിൽ തന്നെ ഉണ്ട് കൺട്രോൾ. ഒരു കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യും. കൺട്രോൾ സ്പ്രിംഗ് പ്രൊവൈഡ് കൺട്രോളിംഗ് ടോർക്ക്. എന്നാൽ PMMC ഇൻസ്ട്രുമെന്റിൽ കൺട്രോൾ സ്പ്രിംഗ് വേറൊരു ഫംഗ്ഷൻ കൂടി ചെയ്യുന്നുണ്ട്. അതായത് PMMC ഇൻസ്ട്രുമെന്റ് ഒന്നെങ്കിൽ ഒരു അമ്മീറ്ററോ അല്ലെങ്കിൽ ഒരു വോൾട്ട്മീറ്ററോ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. എന്നാൽ PMMC ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യണമെങ്കിൽ PMMC ഇൻസ്ട്രുമെന്റിൽ ഉള്ളിലൂടെ ഒരു കറണ്ട് കടന്നു പോകണം. അത് ഈ കറണ്ടിനെ കടത്തിവിടുന്നത് ഈ കൺട്രോൾ സ്പ്രിംഗ് കൂടിയാണ്. ഒരു കൺട്രോൾ സ്പ്രിംഗ് ലെറ്റ്സ് ഇൻ ആൻഡ് ലെറ്റ്സ് ഔട്ട്. അതായത് രണ്ട് കൺട്രോൾ സ്പ്രിംഗ് ഉണ്ട്. കൺട്രോൾ സ്പ്രിംഗിൽ കൂടെ കയറുകയും കൺട്രോൾ സ്പ്രിംഗിൽ കൂടെ ഇറങ്ങുകയും ചെയ്യും കറണ്ട്. കൺട്രോൾ സ്പ്രിംഗ് ലെറ്റ്സ് ഇൻ ആൻഡ് ലെറ്റ്സ് ഔട്ട് കറണ്ട് ത്രൂ ദ PMMC instrument. Through the PMMC instrument. അടുത്തത് name the material used for making control spring. PMMC ഇൻസ്ട്രുമെന്റില് കൺട്രോൾ സ്പ്രിംഗ് ആണ് കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ കൺട്രോൾ സ്പ്രിംഗ് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എന്നാണ് PMMC ഇൻസ്ട്രുമെന്റ് കൺസ്ട്രക്ഷനിൽ പറയുന്നത്. അത് ഫോസ്ഫർ ബ്രോൺസ് ആണ്. ഫോസ്ഫർ ബ്രോൺസ് എയർ സ്പ്രിംഗ്. ഇതാണ് PMMC ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ഫോസ്ഫർ ബ്രോൺസ് എഴുതിയാൽ മതി. ഇനി സ്പ്രിംഗ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന വേറൊരു മെറ്റീരിയലാണ് സിലിക്കൺ ബ്രോൺസ്. അത് കുറച്ചുകൂടി നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഫോസ്ഫർ ബ്രോൺസ് ആണ്. ഫോസ്ഫർ ബ്രോൺസ് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം 2016 ഒക്ടോബറിൽ ചോദിച്ച ചോദ്യമാണ്. സ്റ്റേറ്റ് ദ റീസൺ ഫോർ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് നോട്ട് മച്ച് യൂസ്ഡ് ഇൻ പോർട്ടബിൾ ഇൻസ്ട്രുമെന്റ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്തുകൊണ്ട് പോർട്ടബിൾ ഇൻസ്ട്രുമെന്റ്, പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഇൻസ്ട്രുമെന്റ്സിൽ ഉപയോഗിക്കുന്നില്ല? അത് നമ്മൾ പറഞ്ഞു 3 തരം ടോർക്കുകളാണ് ഒരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിലുള്ളത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക്. ഡാമ്പിംഗ് ടോർക്കിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റർ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെയും കൺട്രോളിംഗ് ടോർക്കിന്റെയും ഫലമായിട്ടാണ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മൂവിംഗ് സിസ്റ്റത്തിനെ മൂവ് ചെയ്യുന്നു. കൺട്രോളിംഗ് ടോർക്ക്
ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് എതിരെ വർക്ക് ചെയ്യുന്നു. പിന്നെ രണ്ടും കൂടി ഒരു ബാലൻസ് എത്തുമ്പോൾ ഈ പോയിന്റർ റെസ്റ്റിലേക്ക് വരുന്നു, അതായത് ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് റീഡിങ്ങിലേക്ക് വരുന്നു. അവിടെ പോയിന്റർ റെസ്റ്റ് ചെയ്യുന്നു. ഈ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോയിന്ററിൽ കുറച്ച് ഓസിലേഷൻസ് ഉണ്ടാവുകയാണ്. ഈ ഓസിലേഷൻസിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓസിലേഷൻസിൽ കുറച്ച് പെട്ടെന്ന് തന്നെ ആ ഫൈനൽ റീഡിങ്ങിലേക്ക് കൊണ്ടുവരിക. അതാണ് ഡാമ്പിംഗ് ടോർക്ക് ചെയ്യുന്നത്. ഡാമ്പിംഗ് ടോർക്ക് ഡാംസ് ഔട്ട് oscillation of the pointer or the moving system. Or the moving system of an indicating type instrument. Damping torque oscillations, പോയിന്ററിന്റെ ഓസിലേഷൻസിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡാമ്പിംഗ് ടോർക്ക് ഉപയോഗിക്കുന്നത്. ഒരു ഡാമ്പിംഗ് ടോർക്ക് 3 രീതിയിലാണ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്, അല്ല ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല ഏത് തരം ഇൻസ്ട്രുമെന്റ്സിലാണെങ്കിലും ഡാമ്പിംഗ് ടോർക്ക് 3 രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡ്ഡി കറന്റ് ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡ്ഡി കറന്റ് ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഡാമ്പിംഗ് 3 രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് PMMC ഇൻസ്ട്രുമെന്റിൽ എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി മൂവിംഗ് ആയ ഇൻസ്ട്രുമെന്റിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. MI ഇൻസ്ട്രുമെന്റ് എഡ്ഡി കറന്റ് ഡാമ്പിംഗ് PMMCയിൽ. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് നമ്മൾ ലീസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഡാമ്പിംഗ് ആണ്. അതിന്റെ കാരണം ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് ഈ ഇൻസ്ട്രുമെന്റ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ കഴിയില്ല. പിന്നെ ഈ ഓയിൽ ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത്തരം ഇൻസ്ട്രുമെന്റ്സ് വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ കീപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊക്കെ ഒരു പ്രതികൂല കണ്ടീഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉപയോഗിക്കുന്നില്ല. അതിന്റെ കാരണം എന്നോട് പറയാം, ക്രീപ്പിംഗ് ഓഫ് ഓയിൽ. ഇത് കാരണം ഓയിൽ ലീക്ക് ചെയ്യുന്നത് കൊണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ കഴിയില്ല. പിന്നെ ഇൻസ്ട്രുമെന്റ് ഫാക്ടറി, അതായത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓയിൽ പോലത്തെ ഫ്ലൂയിഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ഫാക്ടറി kept in vertical position. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിൽ ആ ഇൻസ്ട്രുമെന്റ്സ് വെർട്ടിക്കൽ പൊസിഷനിൽ നിർത്തിയിട്ട് മാത്രമേ അത് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് രണ്ടുമാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം.
ഇനി രണ്ടാമത്തെ ചോദ്യം, enumerate the methods for providing damping torque in indicating instrument. ഇത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ് ഡാമ്പിങ്ങിനെ പറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, state the reason for fluid friction damping not much used in portable instruments. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, enumerate the methods for providing damping torque in indicating instrument. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിലാണെങ്കിൽ 3 രീതിയിലാണ് അന്നേരം ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്, എഡി കറന്റ് ഡാമ്പിങ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്.